ജ്വലിക്കുന്ന സമരസൂര്യൻ അതായിരുന്നു വി.എസ്. സ്വയം ഒരു സമരമായി മാറിയ വി.എസ്. ഇന്നും എന്നും മലയാളിയുടെ സമര പോരാട്ട വീര്യമാണ്. തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല എന്നുള്ള മുദ്രാവാക്യം കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് മുമ്പിൽ വെച്ച ധീരനായ സഖാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. ഇന്ന് കാലം മാറി. സഖാവ് വി.എസിന്റെ മുദ്രാവാക്യം ജനം ഏറ്റുവിളിച്ചു. അവർക്ക് അദ്ദേഹം കണ്ണും കരളുമായി. ഈ എരിയുന്നത് ഒരു വിപ്ലവ സൂര്യനാണ്. എന്നാൽ ആ സൂര്യൻ ഉയർത്തിയ സൗരോർജ്ജത്തിൽ കേരളത്തിന്റെ മുന്നിൽ കേരളത്തിലെ ഉരുതുന്ന അധ്വാന വർഗം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വി.എസ്. എന്ന സമരനായകൻ മൺമറഞ്ഞു പോകുമ്പോൾ മനസ്സിലാകുന്നത്. ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നുവെന്ന്. കഴിഞ്ഞ വർഷം ജൂലൈ 23 രാത്രി 10 വലിയ ചുടുകാട്ടിൽ എരിഞ്ഞു തീർന്നത് വി.എസ്. എന്ന ഭൗതികദേഹം മാത്രമാണ്. വി.എസ്. ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, വി.എസ്. നൽകിയ സമരാവേശങ്ങൾ, വി.എസ്. അവശേഷിപ്പിച്ച പോരാട്ട വീര്യങ്ങൾ അവയെല്ലാം ഇന്നും ഉമിത്തി പോലെ അനീതി പൂക്കുന്നിടങ്ങളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ചെറുകാറ്റിൽ ആളിപ്പടരാൻ കഴിയുന്ന വിപ്ലവ ജ്വാലയായി. എന്താണ് ആ പഹയന്റെ പേര് മറന്നുപോയി. അല്ലല്ല, കാട്ടുകള്ളൻ വീരപ്പൻ. വീരപ്പൻ മരിച്ചുപോയി. വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന് വെറ്റിലയും പാക്കും വച്ച് മിസ്റ്റർ മാണിക്ക് ഗുരുത്വം നൽകിക്കൊണ്ടുള്ള സമീപനം സ്വീകരിച്ചേനെ. നൂറ്റാണ്ടിന്റെ സമരവീര്യമാണ് വി.എസ്. യുക്തിപരമായ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. പശു നമ്മുടെ അമ്മയാണ്. പശുവിന്റെ ഭർത്താവാരാണ്? കാള. ആ കാളയാരാണ്? ആർഎസ്എസ്കാരന്റെ തന്തയാണോ? ആർഎസ്എസ്കാരന്റെ തന്തയാണോ? രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റായിരുന്നു വി.എസ്. സിദ്ധാന്തത്തെക്കാൾ സിമ്പിളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. വിദ്യാർത്ഥി സമരം മുതൽ പാരിസ്ഥിതിക ഭീഷണി വരെ വി.എസിന് പോരാട്ട പാതകളായിരുന്നു. ഓടകളിലെ അഴുക്കുവെള്ളം നിറച്ച ജലപീരങ്കി അവരുടെ നേരെ ചീറ്റിച്ചു. ഇലക്ട്രിക് ലാത്തിയാണ് അവരുടെ നേരെ പ്രയോഗിച്ചത്. അതിനുശേഷം അതിർത്തികളിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഭൂമി തട്ടിയെടുക്കുവാൻ വരുമ്പോൾ അവരെ എതിർത്തോടിക്കാൻ വേണ്ടി പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഗ്രനേഡ് നമ്മുടെ കുട്ടികളുടെ നേരെ, പെൺകുട്ടികളുടെ നേരെ പോലും എറിയുകയാണ്. അടിക്കുന്ന വടി പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെയും മക്കൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ തൊട്ടി നുണയേണ്ടവനാണ് ഈ അടിക്കുന്നവനെന്ന് അടിക്കുന്നവർ. മനുഷ്യനും മാനവികതയും വെല്ലുവിളികൾ നേരിട്ടപ്പോഴെല്ലാം നേരിന്റെ വജ്രായുധമുയർത്തി വി.എസ്. മുന്നിൽ നിന്നു. ഇന്ന് ആ നിഴൽപ്പാട് പോലും ഒരാവേശമായി തുടരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആദിവാസികളുടെ ഊരങ്ങാനമുണ്ടോ എന്ന് തിരക്കി ഓടിയ എത്തുകയും അവരോട് അവിടെ ചെന്നിട്ട് ഉമ്മൻചാണ്ടി സഖാവ് പി. കൃഷ്ണപിള്ളയുടെ ശിഷ്യനാണ് വി.എസ്. മലയാളികളുടെ നേതൃബിംബം. വി.എസ്. ഒരു ബുദ്ധിജീവിയായിരുന്നില്ല. എന്നാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അദ്ദേഹം സമീപസ്ഥനായിരുന്നു. വി.എസ്. കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. എന്നാൽ കഷ്ടപ്പെടുന്നവർക്ക് കരങ്ങളുമായി അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. ഓർമ്മകൾ മരിക്കുന്നില്ല.